ഇന്നത്തെ നമ്മുടെ വീഡിയോ കിഡ്ലൻ ഒരു ഇഫ്താർ ഡ്രിങ്കാണ്. നമുക്ക് ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പം നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. കാരണം മിക്സഡ് ഫ്രൂട്ട് വിത്ത് ജിഞ്ചറാണ്. അപ്പോൾ നമുക്ക് നോമ്പ് തുറന്ന സമയത്തൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് തന്നെ കിട്ടും. മാത്രമല്ല നല്ലൊരു എനർജി ബൂസ്റ്ററാണ്, നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അടിപൊളിയാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തന്നെ ടേസ്റ്റ് ഇഷ്ടമാവും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഉണ്ടായിരിക്കും. നന്നായിട്ട് കഴുകി കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അനാറ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അളവുകളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്, 5-6 ഗ്ലാസ്സൊക്കെ. ഇത് ആപ്പിളാണ്. ആപ്പിൾ ഒരു ഫുൾ ആപ്പിൾ, ചെറിയ ആപ്പിളാണ്, തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തു. ഇത് സ്ട്രോബെറി ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി 2 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു. ഇത് വാട്ടർമെലൺ ആണ്, ഒരു 8-10 പീസ്, ഏകദേശം ഒരു 8 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. കുരു കളയണം, നിർബന്ധമായിട്ടും കുരു കളയണം. പിന്നെ ഇഞ്ചി അത്യാവശ്യം വലിയൊരു കഷ്ണം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഇട്ട് കൊടുത്തത് ലെമൺ ആണ്, ഒരു വലിയ ലെമൺ, അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും ഏകദേശം, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ പഞ്ചസാര അല്ല ഇഷ്ടം, അല്ലെങ്കിൽ ഹെൽത്തി ഒക്കെ നോക്കുന്നവരാണെങ്കിൽ, ഹെൽത്തി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഹണി ഒഴിച്ചു കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള വെള്ളം ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. കാരണം ക്യാരറ്റ് ഉള്ളത് കാരണം കുറച്ചധികം സമയം എടുക്കും. എന്നിട്ട് അരിച്ചെടുക്കുക. ഇതപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു കളറ് തന്നെയാണ്, കാരണം ക്യാരറ്റും അതുപോലെ അനാറൊക്കെ ചേരുന്നത് കാരണം പ്രത്യേക ഒരു വെറൈറ്റി കളറാണ്. ഇനിയിപ്പോൾ ഞാനതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബും കൂടി ഇടുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് വരിക. പിന്നെ അതിലേക്ക് നമ്മൾ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്കസ് വെള്ളത്തിലിടുമ്പോൾ ആ കൂട്ടത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് കസ്കസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ കസ്കസ് ഇങ്ങനെ കടിക്കുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ക്ഷീണത്തിനൊക്കെ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. ഈ ഇഫ്താറിന് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉള്ളതുകൊണ്ട്, ക്യാരറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക് യു.